നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ ഉണ്ടായ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 24 ബ്രേക്ക് ചെയ്ത വാർത്ത, അത് വലിയ വാർത്തയായി മാറി. ആ വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. രാജ്യസന്നദ്ധതയെ എന്ന 24 വാർത്ത തള്ളാതെ കെ സുരേന്ദ്രൻ. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചുവെന്ന് 24 വാർത്തയിൽ തുടർചലനങ്ങൾ. താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വാർത്ത തള്ളിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ ബി.ജെ.പി. ദേശീയ നേതൃത്വവും പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് എസ്.കെ.എന്നിലാണ് ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി പി രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളം ഈ ബി.ജെ.പി. വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24ന്റെ വാർത്ത ശരിവെച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ്. രാജ്യസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. പാലക്കാട് തോൽവിക്ക് ശേഷം ബി.ജെ.പിക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ ബി.ജെ.പിയിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്ക് നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകുന്നു. ബി.ജെ.പി. നേതൃത്വത്തിനെതിരെയും സി കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തി. തോൽവിയിൽ നഗരസഭാ കൗൺസിലർമാരെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയാണ് പൊട്ടിത്തെറികളുടെ തുടക്കം. കൗൺസിലർമാർക്കെതിരായ വിമർശനത്തിൽ പാലക്കാട്ടെ പ്രഭാരി പി രഘുനാഥിന് മറുപടിയുമായി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്തെത്തി. സി കൃഷ്ണകുമാറിനും വിമർശനം. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കുന്നതല്ല ഉത്തരവാദിത്വം, വീടുകളിൽ പോകേണ്ടത്. ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുക. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോളം 4 അതിർത്തികൾ അറിയൂ. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയാം. നഗരസഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ നേതൃത്വത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുറന്നടിച്ചു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും പ്രമീള ശശിധരൻ. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ ബി.ജെ.പിയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. തോൽവിക്ക് കാരണം കൗൺസിലർമാർ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് സി കൃഷ്ണകുമാർ. നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് 100% 110% നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആള്. ഇതിനിടെ UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡു വിതരണത്തിൽ നഗരസഭാ അധ്യക്ഷ പങ്കാളിയായതിനെതിരെ സി കൃഷ്ണകുമാർ വിഭാഗം രംഗത്തെത്തി. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡു സ്വീകരിച്ചതാണ് വിവാദമായത്. എൻ ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ചെങ്കിലും ബി.ജെ.പി. പ്രവർത്തകർ തടയുകയായിരുന്നു. 24 പാലക്കാട്.
തോൽവിയുടെ പേരിൽ പൗരമുറുകുന്നതിനിടെ BJP സംസ്ഥാന നേതൃയോഗം നാളെ കൊച്ചിയിൽ. സംഘടനാ തെരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും A ക്ലാസ് മണ്ഡലത്തിലെ തോൽവി ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കെ സുരേന്ദ്രന് പൂർണ്ണ പിന്തുണയറിയിച്ച ദേശീയ നേതൃത്വം പരസ്യ പ്രതികരണങ്ങൾ വിലക്കി. സംഘടനാ തെരഞ്ഞെടുപ്പാണ് നാളെ കൊച്ചിയിൽ ചേരുന്ന BJP നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ടയെങ്കിലും അതിനപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചൂടേറിയ ചർച്ചയാകും. പ്രതിരോധം എന്ന നിലയിൽ ഇതിനോടകം കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. പാലക്കാട് C കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ള കൗൺസിലർമാരിൽ പലരും പാലം വലിച്ചു എന്നാണ് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലത്ത് പ്രചരണത്തിനെത്താതെ ശോഭാ സുരേന്ദ്രൻ തോൽവി ഉറപ്പാക്കാൻ ശ്രമിച്ചതായും P രഘുനാഥിന്റെ ഏകോപനം പാളിയെന്നും കെ സുരേന്ദ്രൻ വിഭാഗം തുറന്നടിക്കുന്നു. കെ സുരേന്ദ്രനെ കൈവിട്ട V മുരളീധരനും രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം C കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കുമെതിരെ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ കടുത്ത വിമർശനം തുടരുകയാണ്. ഇതിനിടെ പാർട്ടിക്കുള്ളിലെ പോരിൽ കെ സുരേന്ദ്രന് പിന്തുണയുമായി ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ അസംബന്ധമെന്നും കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സമൂഹമാധ്യമങ്ങളിൽ വ്യക്തമാക്കി. പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയ നേതൃത്വം കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. BJP സംസ്ഥാന അധ്യക്ഷനാകാൻ ഇനിയില്ലെന്ന് V മുരളീധരൻ. 15 വർഷം മുൻപ് താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതാണെന്നും V മുരളീധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് V മുരളീധരൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല. മറുപടി പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണ് എന്നായിരുന്നു V മുരളീധരന്റെ പ്രതികരണം. BJPയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 40-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസത്തിന് ഉടൻ സഹായം നൽകുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി പ്രൊഫസർ KV തോമസിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയത്. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് KV തോമസ് 24നോട് പറഞ്ഞു. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിന് സഹായം നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയെന്ന് KV തോമസ്. ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാമോ സമയം പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ദുരിതമനുഭവിക്കുന്ന കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും വായ്പ എഴുതിത്തള്ളണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചു. ഇക്കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും KV തോമസ് വ്യക്തമാക്കി. 24 ഡൽഹി. വയനാട് തോൽപ്പെട്ടിയിൽ നിന്ന് ഇന്ന് വന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. കുടിലുകൾ പൊളിച്ച് ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വനംവകുപ്പ് നടപടിയിൽ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്രവിഭാഗം പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ. അതിനിടെ ആദിവാസി കുടുംബങ്ങൾക്ക് പിന്തുണയുമായി കൽപ്പറ്റ MLA T സിദ്ദിഖ് സ്ഥലത്തെത്തി. 10-16 കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേറെ താമസിക്കാനുള്ള ഒരു സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയാൻ. ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ നടപടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന OR കേളുവിൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇത് പഞ്ചായത്തിലാണ്, നിയോജകമണ്ഡലത്തിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഇതാണോ സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ നയം? എ.വി. ജയശങ്കർ വിശദാംശങ്ങളുമായി. ഇപ്പോൾ ഈ വിഷയത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായത്. ജയശങ്കർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ആ ഉത്തരവ് പുറത്തിറങ്ങിയോ? ഇവർക്ക് എന്താണ് ബദൽ സൗകര്യം ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്നത്? അതേക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? അതായത് ഈ കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 3 കുടുംബങ്ങളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടിച്ചു മാറ്റുന്ന സംഭവം ഉണ്ടായത്. ഈ ആദിവാസികൾ പറയുന്നതനുസരിച്ച് തന്നെ അവരുടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കൾ ഉൾപ്പെടെ, ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥർ ബലമായി മാറ്റി. ഒപ്പം തന്നെ ഈ ആദിവാസികൾ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് 3 കുടുംബങ്ങളെ നിർദാക്ഷിണ്യം ഈ ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റിയത്. ഈ സംഭവത്തിലാണ് ഇന്ന് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഉൾപ്പെടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിൽ ഉൾപ്പെടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിഷേധിച്ചു. പണിയ ഗോത്ര വിഭാഗക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വനം വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അന്വേഷണ ഉത്തരവ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അന്വേഷണം നടന്നതിന് ശേഷമായിരിക്കും നടപടി ഉണ്ടാവുക. ഈ ഭരണവിഭാഗം മേധാവി, വനംവകുപ്പിന്റെ ഭരണവിഭാഗം മേധാവി അന്വേഷിച്ചായിരിക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അനുജ, ശരി, അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആ നടപടിയിലേക്ക് കടക്കുമെന്നതാണ് എ.വി. ജയശങ്കർ നൽകിയ വിവരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലെ ആദ്യ ദിനം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. माननीय सदस्यगण, मैं अत्यंत दुख के साथ सभा को വഖഫ് ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഭരണ പ്രതിപക്ഷങ്ങളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കും എന്നതിന്റെ സൂചനയാണ് ആദ്യ ദിനം. അദാനി വിഷയം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷൻ തള്ളി. We can explain because the Adani regarding this bribery case is affecting the entire country. Modi ji is supporting him. നിർത്തിവെച്ച ഇരുസഭകളും വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. ബുധനാഴ്ച വരെ ഇരുസഭകളും പിരിഞ്ഞു. Mr. Vaiko, you came to this house in 1974. Whole country is concerned about the water. സമ്മേളനത്തിനു മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചു. ജനങ്ങൾ തള്ളിക്കളഞ്ഞവർ പാർലമെന്റിനെ അലങ്കോലപ്പെടുത്തുന്നെന്ന പ്രധാനമന്ത്രി. स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें। दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है. നാളെ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. 24 ഡൽഹി. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും LDF പിന്നിലായി. അതേസമയം വോട്ട് കുറഞ്ഞത് അന്വേഷിക്കുമെന്ന് LDF വയനാട് ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. ആകെ 578 ബൂത്തുകൾ. ഇതിൽ 561ലും UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലീഡ്. 13 ബൂത്തുകളിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും 4ഇടങ്ങളിൽ NDAയുടെ നവ്യ ഹരിദാസും ഒന്നാമതെത്തി. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും പ്രിയങ്ക ഗാന്ധി മുന്നേറി. LDF ശക്തികേന്ദ്രമായ മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. 241 വോട്ടിന്റെ ലീഡാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത്. സുൽത്താൻ ബത്തേരിയിൽ 97 ബൂത്തുകളിലാണ് LDF മൂന്നാം സ്ഥാനത്തായത്. കൽപ്പറ്റയിൽ 35ഉം മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും മൂന്നാം സ്ഥാനത്ത്. ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നത് NDAയ്ക്ക് നേട്ടമായി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി.
ബത്തേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 ബൂത്തുകളിൽ മാത്രം 2ാം സ്ഥാനത്തായിരുന്ന NDA ഇത്തവണ 14 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് NDAയുടെ വേരോട്ടത്തിന്റെ ആഴം കൂട്ടുന്നു. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് CPIM വയനാട് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഈ വോട്ടിംഗ് കുറഞ്ഞത് വളരെ ഗൗരവമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലപോലെ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചോർച്ച CPIയും പരിശോധിക്കും. 24 വയനാട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കരാറില്ലെന്ന വാർത്തകൾ തള്ളി DC ബുക്സ്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് DC ബുക്സ് വ്യക്തമാക്കി. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമെന്നും DC വ്യക്തമാക്കുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് ഇന്നിപ്പോൾ മൊഴിയെടുപ്പ് നടത്തി DCയുടെ അതിൽ കരാറില്ല എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ്. അത് അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണോ DC? അങ്ങനെ തന്നെയാണ് DCയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. നേരത്തെ ഈ വിവാദം പുസ്തകം അല്ലെങ്കിൽ ഇതിന്റെ അകത്തെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ DC പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രവി DCയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് കരാറില്ലായിരുന്നു എന്ന് രവി DC മൊഴി നൽകിയെന്ന പേരിൽ ചില വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. അന്വേഷണം നടക്കുന്ന ഘട്ടമായതിനാൽ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ പ്രസിദ്ധീകരിക്കാറുള്ളൂ എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനത്തെ ഒരു മൊഴി എന്ന നിലയ്ക്ക് തന്നെയാണ് DCയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ കോട്ടയം SP നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DGPക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും അതിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും നിലവിൽ വരുന്ന വാർത്തകൾ തെറ്റാണ്. രവി DCയുടെ മൊഴി എന്ന പേരിൽ വരുന്ന വാർത്തകൾ തെറ്റാണ് എന്നാണ് ഇപ്പോൾ DC ബുക്സിൽ നിന്ന് തന്നെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കരാറില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ DC ബുക്സ് തള്ളിയിരിക്കുന്നത്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കും. എന്നാൽ അന്വേഷണം നടക്കുന്ന ഘട്ടമായതുകൊണ്ട് കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അനുചിതമാണ് എന്നും DC സമൂഹമാധ്യമത്തിൽ ഒരു കുറിപ്പിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ABVPക്ക് തിരിച്ചടി. 7 വർഷത്തിനു ശേഷം അധ്യക്ഷപദം NSUI തിരിച്ചുപിടിച്ചു. NSUIയുടെ റൌനക് ഖാത്രി 1300-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്താനിരിക്കെ ബില്ലിനെ എതിർത്ത് MPമാർ. ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് K രാധാകൃഷ്ണനും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ET മുഹമ്മദ് ബഷീറും പറഞ്ഞു. ആശങ്കകൾ പരിഹരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് KC വേണുഗോപാലും. ഇന്ത്യയിൽ ഒരു നിയമസഭ മാത്രമാണ് വഖഫ് വിഷയത്തിൽ പ്രമേയം പാസാക്കിയതെന്ന് കേരളത്തെ പരാമർശിച്ച് BJP നേതാവ് V മുരളീധരനും പറഞ്ഞു. കണ്ണൂർ വളപട്ടണത്ത് പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. കണ്ണൂരിലെ വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 300 പവനും 1 കോടി രൂപയും കവർന്നത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ SP. മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നു. പാലക്കാട്ട് LDF ചെയ്തതെല്ലാം തിരിച്ചടിച്ചെന്നും VD സതീശൻ. മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ സംഭാലിൽ സംഘർഷാവസ്ഥ തുടരുന്നു. സംഘർഷത്തിന്റെ പേരിൽ സമാജ്വാദി പാർട്ടി MPക്കെതിരെ പോലീസ് കേസെടുത്തു. IPL താരലേലത്തിന്റെ 2ാം ദിനത്തിൽ കാശുവാരി ഇന്ത്യൻ പേസർമാർ. 10.75 കോടിക്കാണ് ഭുവനേശ്വർ കുമാറിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു സ്വന്തമാക്കിയത്. ദീപക് ചഹാറിനെ 9.25 കോടിക്ക് മുംബൈ ഇന്ത്യൻസും ടീമിലെത്തിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇനി പൊതുജനം കഴുതയല്ല സർ. ഡോക്ടർ ഉന്മേഷ് ശിവരാമനൊപ്പം. നമസ്കാരം.